ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു ഫോമിംഗ് പൗഡർ, അതായത് സോപ്പിന് പകരം അല്ലെങ്കിൽ ബോഡി വാഷിന് പകരം ഒരു പൗഡർ പോലെ ഉണ്ടാക്കി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഗുണം, ഈ പൗഡർ നമുക്ക് സ്ക്രബായിട്ടും അല്ലെങ്കിൽ നമുക്ക് ഡേർട്ട് ക്ലീൻ ചെയ്ത് കളയുന്ന, അതായത് സോപ്പിന് പകരമായിട്ട് അതിലൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ 2-3 പേര് ഇതിങ്ങനെ എങ്ങനെയാണ് ഇത് എല്ലാ സ്കിന്നിനും ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ഇതിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചത് യൂസ് ചെയ്യണ വിധമൊന്ന് പറയാമെന്ന്. പിന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ, നല്ലൊരു പ്ലീസിങ് സ്മെല്ലാണ്. കാരണം ഓറഞ്ചിൻ്റെ എസെൻഷ്യൽ ഓയിൽ നമ്മൾ ആഡ് ചെയ്യും, പിന്നെ ഓറഞ്ചിൻ്റെ പീലിൻ്റെ പൗഡർ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തതുകൊണ്ട് എല്ലാ ടൈപ്പ് സ്കിന്നുകാർക്കും ഇത് ഉപയോഗിക്കാം. ഓയിലി സ്കിന്നുകാർക്ക് ഞാൻ പൊതുവേ അഡ്വൈസ് ചെയ്യുക ഹെർബൽ പൗഡറുകളാണ് കൂടുതലും. ഇതിലുള്ളത് മെയിനായിട്ട് മിൽക്ക് പൗഡർ അങ്ങനെയുള്ള സാധനങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതിന് പകരം നീം പൗഡർ, പപ്പായ, മുരിങ്ങ ലീഫ് പൗഡർ അതൊക്കെ ചേർത്തിട്ട് ഇതുപോലെ തന്നെ ഈ SSCI പൗഡർ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓയിലി സ്കിന്നുകാർക്കും ഉപയോഗിക്കാം. നമുക്ക് നേരെ ഇത്തിരി കയ്യിലെടുത്തിട്ട് പൗഡർ എടുത്തിട്ട് നമുക്കതിൽ വെള്ളം ഇത്തിരി ചാലിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നേരെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അതൊന്നൊരു പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് അങ്ങനെ ഉപയോഗിക്കാം. പക്ഷേ അത് അധികം നാൾ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുളിക്കുന്ന സമയത്ത് എപ്പോഴാണ് നമുക്ക് യൂസ് ചെയ്യാൻ താല്പര്യം, അപ്പം എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ നമ്മളത് എടുത്തിട്ട് ഇതുപോലെ വെള്ളത്തിൽ ചാലിച്ചിട്ട് നമുക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് സ്ക്രബായിട്ട് ഉപയോഗിക്കാം. അത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് ആർക്കാണെന്നറിയാമോ? ഡ്രൈ സ്കിന്നുകാർക്കാണ്. കാരണം ഡ്രൈ സ്കിന്നുകാരുടെ സ്കിന്ന് പെട്ടെന്ന് ഡ്രൈ ആയി ഫ്ലേക്കി സ്കിന്നാവും. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈനെസ് കുറയ്ക്കുകയും ചെയ്യും. അതായത് കംപ്ലീറ്റ് ഓയിൽ ഡ്രിപ്പ് ഔട്ട് ചെയ്യില്ലേ നമ്മുടെ സ്കിന്നിൽ നിന്ന്. അതുപോലെ തന്നെ നമ്മുടെ ആ ഡ്രൈ ആയിട്ടിരിക്കുന്ന ആ സ്കിന്നിനെ പീൽ ഓഫ് ചെയ്ത് കളയാനും സഹായിക്കും. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈ സ്കിന്നുകാർ എപ്പോഴും എന്തെങ്കിലും ഒരു ഓയിൽ മസാജ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നേരെ നമ്മൾ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു ഓയിൽ മസാജ് ചെയ്യുമ്പോൾ ഡ്രൈ ആയിട്ടിരിക്കുന്ന ആ സ്കിന്ന് പീൽ ഓഫ് ചെയ്യാനായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന ആ സ്കിന്നിനെ ഒന്ന് സോഫ്റ്റൻ ചെയ്യും. അപ്പോൾ ഇതും കൂടി ഇട്ട് കഴിയുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ഒരു ഭയങ്കര സോഫ്റ്റ് ഫീലിംഗ് നമുക്ക് സ്കിന്നിന് ഫീൽ ചെയ്യുകയും ചെയ്യും. സ്കിന്ന് പെട്ടെന്ന് റിക്കവർ ചെയ്ത് വരികയും ചെയ്യും. ഇനി ഡ്രൈ സ്കിന്നുകാർക്ക് വേറൊരു പ്രശ്നം കൂടിയുണ്ട്. അവർക്ക് ഈ ചൊറിച്ചിൽ വരുമ്പോൾ നമ്മൾ മാന്തൊക്കെ ചെയ്യും, അപ്പോൾ അവിടെ പൊട്ടും. അപ്പോൾ അങ്ങനെയുള്ളവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടറുടെ അടുത്ത് പോയിട്ട് ആദ്യം അതൊന്ന് ട്രീറ്റ് ചെയ്യുക, അതൊന്ന് ഹീൽ ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് ചെയ്ത് നോക്കുക. അതായത് ഒന്ന് ഓയിൽ മസാജ് ചെയ്യുക, അത് ഫേസിലായാലും ബോഡിയിലായാലും. എന്നിട്ട് ഫേസിലും നെക്കിലുള്ളത് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്ത് ഒരു കോട്ടൺ ക്ലോത്തൊക്കെ എന്തെങ്കിലും എടുത്തിട്ട് ടിഷ്യൂ എടുത്തിട്ട് അതൊന്ന് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ പൗഡർ ഇട്ട് നോക്ക്. നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ആ ഡ്രൈനെസ് എന്ന് പറയുന്ന കാര്യം ഉണ്ടാവില്ല. എന്ത് സോഫ്റ്റാണെന്നറിയോ ഈ പൗഡർ? ഭയങ്കര സോഫ്റ്റ്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന SSCI എന്ന് പറയുന്നത് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കൈമയായാലും ബോഡിയിലായാലും ഫീൽ ചെയ്യും നമുക്ക്. കാരണം ഓയിൽ സ്ട്രിപ്പ് ഔട്ട് ചെയ്ത് കളയാതിരിക്കണ കാരണം. ഇതിൽ ഓറഞ്ച് പീലിൻ്റെ ആ ഒരു ഇത് സ്ക്രബായിട്ടും അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് നമ്മുടെ സ്കിന്നിന് നല്ല സോഫ്റ്റൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ കലോലിൻ ക്ലേയും ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ രീതിയിൽ നമുക്ക് പല രീതിയിൽ ഇത് നമുക്ക് മാസ്കായിട്ട് ഉപയോഗിക്കാം. ഇതിലുള്ള SSCI എന്ന് പറയുന്ന ആ പൗഡർ മാറ്റിയിട്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാസ്കായിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് മുഖത്ത്. SSCI വെച്ച് നമുക്ക് ഷാമ്പു ഉണ്ടാക്കൽ കുറച്ച് പാടാണ്. നല്ലൊരു സാധനമാണ്. PH എന്ന് വെച്ചാൽ 5 ഒക്കെയാണ്. പക്ഷേ ഈ SSCI പൗഡർ വെച്ച് ഷാമ്പു ഉണ്ടാക്കാൻ നോക്കിയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ സാധനം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഇതുപോലെയുള്ള പൗഡറുകളോ SSCI വെച്ച് സോപ്പും ഉണ്ടാക്കാം കേട്ടോ. അതിന് ഞാനിതുവരെ ട്രൈ ചെയ്തിട്ടില്ല. സോപ്പിനേക്കാൾ ഈസി ആയിട്ടുള്ളത് കൊണ്ട് ഇതാണ് ഞാൻ പൊതുവേ ഫോളോ ചെയ്യാറ്. എന്തായാലും ഒരിക്കൽ സോപ്പും ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.